നമസ്കാരം. ഷിയാസ് കരീം ഇപ്പോൾ കിരീടം വയ്ക്കാത്ത രാജാവാണ് എന്നതാണ് തോന്നുന്നത്. കാരണം റേപ്പ് എന്നതിൻ്റെയൊക്കെ തെളിവുകൾ കേരള പോലീസിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷവും നോൺ ബെയിലബിൾ ഒഫൻസായ ഈ റേപ്പിന് ഷിയാസ് കരീമിനെതിരെ കേസെടുത്ത് ഷിയാസ് കരീമിനെ ജയിലിലാക്കിയിട്ടില്ലാത്തത് എന്താണ് എന്ന് അറിയില്ല. കാരണം ഇദ്ദേഹം ഇനി എന്തെങ്കിലും മുഖ്യമന്ത്രിയേക്കാളോ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഭരണാധിപന്മാർക്കും മുകളിലാണോ എന്ന് പോലും അറിയില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഇദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുവരാത്തതെന്ന് അറിയില്ല. 49 ലക്ഷം രൂപ തട്ടി, അതായത് 60 വയസ്സായ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജിമ്മിന് വേണ്ടിയിട്ടായിരുന്നു 10 ലക്ഷം എന്ന് പറയുന്നു. ഒരുമിച്ച് ഈ 49 ലക്ഷം ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പൈസ തട്ടിയെടുക്കുന്നു. യുവതിയുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് പോലും 10 ലക്ഷം രൂപ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ നിരന്തരം വിളിക്കുന്നു. പൈസ കയ്യിൽ കിട്ടിയതിന് ശേഷം ഷിയാസ് കരീമിൻ്റെ സ്വഭാവം മാറി. ഇനി നഗ്ന ചിത്രങ്ങൾ, നഗ്ന വീഡിയോകൾ പോൺ സൈറ്റിലടക്കം പബ്ലിഷ് ചെയ്യും, നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരന്തരമായ ഭീഷണിയാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ ഈ തരത്തിൽ ചെയ്തികൾ ചെയ്ത ഷിയാസ് കരീം സ്വതന്ത്രമായി നടക്കുക എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഷിയാസ് കരീമിന് ഈ രീതിയിൽ സ്വതന്ത്രമായി വിഹരിക്കുവാൻ കേരളത്തിൽ കഴിയുന്നത് എന്നത് ആശ്ചര്യജനകമായ കാര്യമാണ്. ഇതിന് മുന്നേ ഉള്ള കൂടിയൊരു പ്രതിയാണ് ഷിയാസ് കരീം. ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി ഷിയാസ് കരീമിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഹാബിച്വൽ ഒഫൻഡർ ഷിയാസ് കരീം എന്ന് പറയുന്നത് അബദ്ധത്തിൽ ഒരു കേസിൽ ചെന്ന് ചാടിയ വ്യക്തിയല്ല, ഒരു ഹാബിച്വൽ ഒഫൻഡർ, സ്ഥിരം കുറ്റവാളി എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനു മുന്നേ ഇപ്പോൾ ഈ പീഡനം മാത്രമല്ല, ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു ഈ ഗുണ്ടാ നേതാവ് വ്യക്തമാക്കിയത് ഷിയാസ് കരീമും ഇയാളുമായിട്ട് ബന്ധമുണ്ട്. പെരുമ്പാവൂർ അനസ് ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയ പെരുമ്പാവൂർ അനസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഷിയാസ് കരീമിനെന്ന് ഔറംഗസേബാണ് പറഞ്ഞത്. ഔറംഗസേബും ഷിയാസ് കരീമും തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ ഔറംഗസേബ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീം അതിനകത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അതായത് ഷിയാസ് കരീമിന് ഔറംഗസേബുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല, പക്ഷേ ഔറംഗസേബ് മിടുക്കനാണ് എന്ന് തോന്നുന്നു. ഇയാളെ കൊണ്ട് പറഞ്ഞ കൃത്യമായിട്ടുള്ള കറക്റ്റ് ട്രാക്കിൽ കൊണ്ട് വരുന്നുണ്ട്. അതായത് പൊള്ളാച്ചിയിൽ വച്ച് ഇയാൾ ഈ ഔറംഗസേബുമായിട്ട് ചേർന്ന് കൊട്ടേഷനിൽ ഏർപ്പെട്ടതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യമായ ഫോൺ സംഭാഷണമാണ് ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നത്. അത്തരത്തിൽ ഷിയാസ് കരീം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്ന വ്യക്തികൾ, ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇയാളുടെ കുറ്റവാളി എന്ന നിലയിലുള്ള പരിചയത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിൽ തന്നെ ഇയാളെ കണക്കാക്കിക്കൊണ്ട് തന്നെ നിയമം അതിനനുസരിച്ചുള്ള ശിക്ഷാവിധികൾ ഇയാൾക്കെതിരെ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അല്ലാതെ ഇങ്ങനെ ഒരു കുറ്റവാളി എങ്ങനെയാണ് സ്വൈരവിഹാരം നടത്തുവാൻ വേണ്ടിയിട്ട് തുറന്നു വിടുന്നത്? പീഡനം, അതോടൊപ്പം തന്നെ ഈ ഭീകരവാദ കേസുകളിൽ ചെന്ന് പെടുക, ഈ ഭീകരവാദ കേസുകൾ അല്ലെങ്കിൽ ഭീകരവാദ കേസുകൾ ഉൾപ്പെട്ട ആൾക്കാരുമായി ചെന്നപ്പെടുക. നിങ്ങൾ ഭീകരവാദ കേസുകൾ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയുമായിട്ട് ചെന്ന് സമ്പർക്കത്തിലേർപ്പെടുക, ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലൂടെ അത്തരം സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇയാൾക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ അത്തരം കാര്യങ്ങളുടെ കൂടി സത്യാവസ്ഥകൾ പുറം ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേരള പോലീസ്. ഈ പീഡനം നേരത്തെ ഈ രീതിയിലുള്ളൊരു പീഡന പരാതി ഉണ്ടായിരുന്നു. ആ പീഡന പരാതിയിൽ ഷിയാസ് കരീം ഇപ്പോൾ ജാമ്യമെടുത്ത് നിൽക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഷിയാസ് കരീം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ ഭരണവ്യവസ്ഥിതി, കേരളത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കുവാനുള്ള ഒരു അവകാശമില്ലേ? അതിന് ശേഷം മറ്റാരെയൊക്കെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതപരമായ പ്രകോപനത്തിന് വേണ്ടിയിട്ട് ഹിന്ദുവായ പെൺകുട്ടിയായ
അനുമോളോട് പറയുകയാണ്, ബീഫ് കഴിക്കൂ, നീ BJP ആയതുകൊണ്ടല്ലേ ബീഫ് കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തിരികെ കയറ്റുന്ന ഒരു കേരള സ്റ്റോറി മോഡൽ പ്രകടനവും ഈ അടുത്ത സമയത്ത് ഷിയാസ് കരീമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയാസ് കരീം വലിയ ധാർഷ്ട്യത്തോടു കൂടി അനുമോളോട് പറയുകയാണ്, ക്യാമറ നോക്കി നിൽക്കേ പറയണം, കാരണം അതൊരു ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ ക്യാമറ നോക്കി നിർത്തി പറയുന്നു, ഇങ്ങനെ നീ കഴിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇതിനൊക്കെ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? ഒരു ഹിന്ദു പെൺകുട്ടിയുടെ അടുത്ത് ബീഫ് കഴിപ്പിക്കുവാൻ വേണ്ടിയുള്ള അധികാരം ആർക്കാണ്? ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ കഴിക്കണം. നിയമം അയാൾക്ക് കഴിക്കാതിരിക്കുവാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പെർമിഷൻ റദ്ദാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അല്ലാതെ നോർമലി ഉള്ള സാഹചര്യത്തിൽ ബീഫ് കഴിക്കാതിരിക്കാം. കേരളത്തിൽ പ്രത്യേകിച്ച് നിരോധനമൊന്നുമില്ല. നിരോധനമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ ആദ്യം നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. അത് ആ സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തിൻ്റെയും ആ ഇടങ്ങളിലുള്ള മനുഷ്യരുടെയും ഒരു ചിന്തയുടെ ഭാഗമാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ബീഫ് അവിടെ. കാരണം ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിട്ട് ആണ് ഗംഗാ റിവർ ബെൽറ്റിൽ സംസ്കാരം ഉയർന്നു വന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തെ ബഹുമാനിക്കുന്ന മനുഷ്യർ ബീഫ് നിരോധിച്ചിട്ടുണ്ട്, ബീഫ് കഴിക്കുന്നില്ല എന്ന് അവർ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരം മേഖലകളിലൊക്കെ ബീഫ് കഴിക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബീഫ് നിയമം മൂലം നിരോധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനങ്ങളുടെ ആവശ്യമാണ്. മഹാത്മജി പോലും ഇത് സത്യത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പോലുമുള്ള കാര്യമാണ് ബീഫ് സ്ലോട്ടർ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിൻ്റെ, അത്തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് ചിന്തിക്കേണ്ടതിൻ്റെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബീഫിനെ കഴിപ്പിച്ച് നിർബന്ധിപ്പിക്കേണ്ട ഒരു കാര്യം ഷിയാസ് കരീമിനില്ല. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ ബീഫ് കഴിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, ഹിന്ദുക്കളെ ബീഫ് കഴിക്കുക. ഇനി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പന്നി മാംസം കഴിക്കില്ല, കാരണം എൻ്റെ കിതാബിലുണ്ട്, അവരുടെ കിതാബിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രകോപനം നടത്തുക, പിന്നെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുമായിട്ടുള്ള നിരന്തര സഹകരണം, അതോടൊപ്പം തന്നെ നേരത്തെ ഒരു പെൺകുട്ടിയെ ചതിച്ചതുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി, അതിനുശേഷം മറ്റൊരു സ്ത്രീയെ 49 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു, അവരുടെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ തട്ടിയെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾമാറാട്ടം. ഇപ്പോൾ ഇവർ ചോദിക്കുന്ന സമയത്ത് പോൺ സൈറ്റിലേക്ക് വീഡിയോ ഇടും, നഗ്നചിത്രങ്ങൾ പകർത്തുന്നത് പോലും വലിയ ക്രൈമാണ്. അങ്ങനെ ഒട്ടനവധി ക്രൈമുകൾ ചെയ്ത, ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയായ ഷിയാസ് കരീം ഇപ്പോഴും സ്വതന്ത്രമായി നമ്മുടെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പൊതുനിരത്തിലൂടെ നടക്കുകയാണ്. എന്തായാലും തീർച്ചയായും ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ കേരളം ഈ പീഡനത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സംസ്ഥാനം എന്നൊരു ലേബൽ ചാർത്തി തരുവാൻ വേണ്ടിയിട്ട് നിയമ സംവിധാനം എന്നല്ല, നമ്മുടെ നീതിപാലകർ എന്നറിയപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് ആ രീതിയിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതെന്ന് വേണമോ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും കൃത്യമായ നടപടികൾ ഇതിനെതിരെ ആവശ്യമാണ്. കേരള പോലീസ് ഒന്നുകിൽ നടപടി എടുത്തില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഇദ്ദേഹത്തെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകുന്ന ഒരു സാഹചര്യം തന്നെ കേരളത്തിലുണ്ടാകും. അത് ഒട്ടും ആശാസ്യകരമായ ഒരു സാഹചര്യമേ അല്ല. അതുകൊണ്ട് തന്നെ നിയമം ഇതിനെതിരെ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഷിയാസ് കരീമിനെ ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.